ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാമൻ മാരീചനെ കൊന്ന ശേഷം വേഗം ആശ്രമത്തിലേക്ക് പുറപ്പെട്ടു. ദൂരത്തു നിന്ന് വരുന്ന ലക്ഷ്മണനെ കണ്ടു. കരഞ്ഞുകൊണ്ടാണ് ലക്ഷ്മണൻ വന്നിരുന്നത്. രാമൻ ചോദിച്ചു, നീ എന്താണ് സീതയെ തനിച്ചാക്കി ഇങ്ങോട്ട് പോകുന്നത്? അവളെ രാക്ഷസന്മാർ ആരെങ്കിലും കൊല്ലുകയോ അപഹരിക്കുകയോ ചെയ്തിരിക്കും. ലക്ഷ്മണൻ തൊഴുതുകൊണ്ട് പറഞ്ഞു. രാക്ഷസന്റെ അയ്യോ ലക്ഷ്മണ എന്ന വിളി കേട്ട സീതാദേവി അങ്ങയെ രക്ഷിക്കാൻ പോകാൻ എന്നോട് പറഞ്ഞു. ദേവി, അത് രാക്ഷസന്റെ ശബ്ദമാണ്, ഒരിക്കലും രാമന്റെ വാക്കല്ല. പരിഭ്രമിക്കാതിരിക്കൂ എന്ന് പറഞ്ഞു ഞാൻ ദേവിയെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോൾ എന്നോട് സീത പറഞ്ഞ വാക്കുകൾ അങ്ങയുടെ മുൻപിൽ പറയാൻ പറ്റാത്തവയാണ്. കാതുകൾ പൊത്തിക്കൊണ്ട് ഞാൻ അങ്ങയുടെ സമീപത്തേക്ക് ഓടി വരികയാണുണ്ടായത്. ശ്രീരാമൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിലും സ്ത്രീയുടെ വാക്ക് കേട്ട് നീ അവളെ ഒറ്റയ്ക്കാക്കി പോന്നത് ശരിയായില്ല. അവളെ രാക്ഷസന്മാർ ആരെങ്കിലും കട്ടുകൊണ്ടു പോവുകയോ കൊന്നു തിന്നുകയോ ചെയ്തിരിക്കും. ഇങ്ങനെ ചിന്താവിവശനായ രാമൻ ലക്ഷ്മണനോടുകൂടി പർണശാലയിലേക്ക് അതിവേഗം ചെന്നു. ആശ്രമത്തിൽ സീതയില്ല. രാമൻ ദയനീയമായി കരയാൻ തുടങ്ങി. പ്രിയപ്പെട്ടവളെ, നീ എവിടെ പോയി? പർണശാലയിൽ കാണുന്നില്ലല്ലോ. അല്ലെങ്കിൽ എന്നെ കളിപ്പിക്കാനായി എവിടെയെങ്കിലും ഒളിച്ചിരിക്കുകയാണോ? ഇങ്ങനെ പറഞ്ഞുകൊണ്ട് രാമൻ ആ കാട് മുഴുവൻ തിരഞ്ഞു നോക്കി. സീതയെ കണ്ടില്ല. വനദേവതകളെ, പക്ഷികളെ, വൃക്ഷങ്ങളെ, എൻ്റെ പ്രാണവല്ലഭയായ സീത എവിടെയെന്ന് സദയം പറഞ്ഞു തരൂ. ഇങ്ങനെ കരഞ്ഞു പറഞ്ഞുകൊണ്ട് രാമൻ കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞു. സർവജ്ഞനാണെങ്കിലും രാമന് സീത എവിടെയാണെന്നറിയാൻ കഴിഞ്ഞില്ല. ആനന്ദ സ്വരൂപനാണെങ്കിലും സീത നഷ്ടപ്പെട്ടതിൽ ദുഃഖിച്ച് ദീനം കരഞ്ഞു. സ്വതേ നിശ്ചലനാണെങ്കിലും കാട്ടിൽ സീതയെ തിരഞ്ഞ് ഓടി നടന്നു. ഞാൻ എന്നും എൻ്റേതെന്നുമുള്ള ഭാവമില്ലാത്തവനും മുറിവില്ലാത്ത ആനന്ദ സ്വരൂപനാണെങ്കിലും അവിടുന്ന് എൻ്റെ പ്രിയ സീതയെന്ന് വിളിച്ച് ദുഃഖപരവശനായി കരഞ്ഞു. രാമൻ ഒന്നിലും ആസക്തിയോ ബന്ധമോ ഇല്ലാത്തവനാണ്. എങ്കിലും മായയെ അനുസരിച്ചുകൊണ്ട് ഒരു സാധാരണക്കാരൻ കരയുന്നത് പോലെ കാണപ്പെട്ടു. രാമൻ്റെ സീതാവിരഹവും ദുഃഖവുമെല്ലാം അജ്ഞന്മാരുടെ ദൃഷ്ടിയിൽ മാത്രമാണ്. തത്വത്തെ അറിയുന്നവർക്ക് മാത്രമേ അവിടുത്തെ ജ്ഞാനസ്വരൂപവും ആനന്ദസ്വരൂപവും നിസ്സംഗതയും അറിയാൻ കഴിയൂ. ഇങ്ങനെ രാമനും ലക്ഷ്മണനും സീതയെ തിരഞ്ഞു നടക്കുമ്പോൾ തകർന്ന ഒരു തേരും ഒരു വില്ലും മുറിഞ്ഞ ആവനാഴികളും ശരങ്ങളും ചിന്നിച്ചിതറി നിലത്ത് കിടക്കുന്നത് കണ്ടു. രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, നോക്കൂ ലക്ഷ്മണ, സീതയെ ആരോ അപഹരിച്ചു കൊണ്ടുപോകുമ്പോൾ അവനെ ജയിച്ച് മറ്റൊരുവൻ കൊണ്ടുപോയതിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നു. ഇങ്ങനെ പറഞ്ഞ് അല്പം ദൂരം കൂടി ചെന്നപ്പോൾ പർവ്വതം പോലെ വലിയൊരു ജീവി ചോരയിൽ കുളിച്ചു കിടക്കുന്നത് കണ്ടു. ലക്ഷ്മണ, സീതയെ തിന്ന് തൃപ്തനായി ഇതാ ഒരു രാക്ഷസൻ കിടക്കുന്നു. വേഗം എൻ്റെ വില്ലും ശരങ്ങളും തരൂ, ഇവനെ ഞാൻ ഉടനെ കൊല്ലുന്നതാണ്. രാമൻ പറഞ്ഞത് കേട്ട് ഭയപ്പെട്ട് ജടായു പറഞ്ഞു, രാമ, സ്വന്തം കർമ്മം കൊണ്ട് മരിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ അങ്ങ് കൊല്ലരുത്. ഞാൻ ജടായുവാണ്. അങ്ങയുടെ പത്നിയെ അപഹരിച്ചു കൊണ്ടുപോകുന്ന രാവണനെ പിന്തുടർന്ന് ചെന്ന് ഞാൻ ഘോരഘോരം യുദ്ധം ചെയ്തു. രാവണൻ്റെ തേര് തകർത്തു, കുതിരകളെ കൊന്നു, വില്ലു മുറിച്ചു. അവസാനം രാവണൻ എൻ്റെ 2 ചിറകുകളും മുറിച്ചു വീഴ്ത്തി. മരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന എന്നെ നോക്കൂ. ജടായു പറഞ്ഞത് കേട്ട് രാമൻ നോക്കിയപ്പോൾ പ്രാണൻ കഴുത്തുവരെ എത്തിയ നിലയിൽ ജടായുവിനെ കണ്ടു. ദുഃഖപരവശനായ രാമൻ ആ പക്ഷിയെ തൊട്ടു തടവിക്കൊണ്ട് ചോദിച്ചു, ജടായു, പറയൂ, ആരാണ് എൻ്റെ ഭാര്യയെ അപഹരിച്ചത്? അങ്ങ് എനിക്ക് വേണ്ടി പ്രാണത്യാഗം ചെയ്തവനാണ്. അതിനാൽ എനിക്ക് അത്യന്തം പ്രിയപ്പെട്ട ബന്ധുവാണ്. ജടായു ചോര കക്കിക്കൊണ്ട് ദീനസ്വരത്തിൽ പറഞ്ഞു. അതിശക്തനായ രാവണൻ എന്ന രാക്ഷസൻ സീതയെ അപഹരിച്ച് തെക്കോട്ട് ആകാശമാർഗത്തിലൂടെ പോയി. ഇതിൽ കൂടുതൽ പറയാൻ എനിക്ക് ശക്തിയില്ല. അങ്ങയുടെ മുൻപിൽ ഞാനിതാ പ്രാണനെ ഉപേക്ഷിക്കുന്നു. രാമ, മരണസമയത്ത് എനിക്ക് അങ്ങയെ കാണാൻ കഴിഞ്ഞത് ഭാഗ്യമാണ്. അങ്ങ് പരമാത്മാവായ വിഷ്ണുവാണ്. മായ കൊണ്ട് മനുഷ്യവേഷം സ്വീകരിച്ചവനാണ്. അവസാന കാലത്ത് അങ്ങയെ കാണാൻ കഴിഞ്ഞ ഞാൻ മുക്തനായിത്തീരും, സംശയമില്ല.
അങ്ങ് എന്നെ ഒന്ന് കൈകൊണ്ട് തൊടൂ. അതോടെ ശരീരം ഉപേക്ഷിച്ച് ഞാൻ അങ്ങയുടെ പരമപദത്തെ പ്രാപിക്കുന്നുണ്ട്. ജഡായുവിൻ്റെ അപേക്ഷ പ്രകാരം ശ്രീരാമൻ നിലത്തിരുന്ന് ജഡായുവിൻ്റെ മടിയിൽ എടുത്തു കിടത്തി സ്നേഹപൂർവ്വം തൊട്ടു തലോടി. ജഡായു പ്രാണനെ വിട്ടു താഴെ വീണു. വളരെ പ്രിയപ്പെട്ട ബന്ധു മരിച്ചാലെന്ന പോലെ ജഡായുവിൻ്റെ മരണത്തിൽ രാമൻ ദുഃഖിച്ചു കരഞ്ഞു. ലക്ഷ്മണൻ കൊണ്ടുവന്ന വിറകുകൊണ്ട് ജഡായുവിൻ്റെ ശരീരത്തെ ദഹിപ്പിച്ചു. രാമൻ ലക്ഷ്മണനോടുകൂടി മകൻ അച്ഛനെന്ന പോലെ ജഡായുവിനെ ശേഷക്രിയ ചെയ്തു. പിന്നീട് പറഞ്ഞു, ജഡായു, അങ്ങ് എൻ്റെ ഉത്കൃഷ്ട സ്ഥാനമായ മോക്ഷത്തെ പ്രാപിച്ചാലും എല്ലാവരും നോക്കി നിൽക്കെ ഇപ്പോൾ തന്നെ എൻ്റെ സാരൂപ്യം പ്രാപിക്കൂ. ഇങ്ങനെ രാമൻ പറഞ്ഞ ഉടനെ ദിവ്യരൂപം ധരിച്ച ജഡായുവിൻ്റെ ജീവൻ അന്തരീക്ഷത്തിൽ പ്രത്യക്ഷപ്പെട്ടു. സൂര്യനെപ്പോലെ തേജസ്സോടു കൂടിയ വിമാനത്തിലേറി ശംഖചക്ര ഗദാപത്മങ്ങൾ ധരിച്ച 4 കൈകളോടു കൂടിയവനായി, കിരീടകുണ്ഡലങ്ങൾ അണിഞ്ഞവനായി, മഞ്ഞപ്പട്ടുടുത്തവനായി, 4 വിഷ്ണു പാർഷദന്മാരാൽ അനുഗമിക്കപ്പെട്ടവനായി, യോഗികളാൽ സ്തുതിക്കപ്പെട്ടവനായി അന്തരീക്ഷത്തിൽ നിന്ന് കൈകൂപ്പി തൊഴുതുകൊണ്ട് ശ്രീരാമനെ സ്തുതിക്കാൻ ആരംഭിച്ചു. ഭഗവാനെ, അവിടുത്തെ ഗുണങ്ങൾ ആർക്കും എണ്ണിക്കണക്കാക്കാൻ കഴിയാത്തവയാണ്. അങ്ങയുടെ മഹിമ മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയാത്തതാണ്. അവിടുന്ന് ആദിയിലുള്ളവനാണ്. ലോകത്തിൻ്റെ ഉൽപ്പത്തി, നിലനിൽപ്പ്, നാശം ഇവയ്ക്ക് കാരണഭൂതനാണ്. പരമശാന്തനായ പരമാത്മാവാണ് അവിടുന്ന്. അപ്രകാരമുള്ള രാമചന്ദ്രനെ ഞാനിതാ നമസ്കരിക്കുന്നു. ഒരിക്കലും അവസാനിക്കാത്ത ആനന്ദ സ്വരൂപനും ലക്ഷ്മി ദേവിയുടെ കടാക്ഷത്തിന് ലക്ഷ്യഭൂതനും ഇന്ദ്രൻ, ബ്രഹ്മാവ് മുതലായ ദേവശ്രേഷ്ഠന്മാരുടെ ദുഃഖത്തെ ശമിപ്പിക്കുന്നവനും മനുഷ്യരിൽ ഉത്കൃഷ്ടനും സർവാഭിഷ്ടപ്രദനും ശ്രേഷ്ഠമായ വില്ലും ശരങ്ങളും ധരിച്ചവനുമായ രാമനെ ഞാൻ നമസ്കരിക്കുന്നു. 3 ലോകങ്ങളിൽ വെച്ച് ഏറ്റവും സുന്ദരമായ സ്വരൂപത്തോടു കൂടിയവനും ഭക്തന്മാരുടെ സ്തുതിക്ക് പാത്രീഭൂതനും 100 സൂര്യന്മാർ ഒന്നിച്ചുദിച്ചാലെന്ന പോലെയുള്ള ശോഭയോടു കൂടിയവനും ഭക്തന്മാരുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിക്കുന്നവനും ശരണം പ്രാപിക്കുവാൻ അർഹനും ഭക്തി നിറഞ്ഞ ഹൃദയത്തിൽ സദാ വസിക്കുന്നവനും രഘുനന്ദനുമായ അങ്ങയെ ഞാൻ ശരണം പ്രാപിക്കുന്നു. കാട്ടുതീ വനത്തെ എന്ന പോലെ സംസാരബന്ധത്തെ അതിവേഗത്തിൽ നശിപ്പിക്കുന്ന തിരുനാമങ്ങളോട് കൂടിയവനും എല്ലാ ദേവന്മാരുടെയും ദേവനും അപാരമായ കാരുണ്യത്തോടു കൂടിയവനും കോടിക്കണക്കിന് അസുരന്മാരെയും രാക്ഷസന്മാരെയും സംഹരിക്കുന്നവനും കാളിന്തി ജലം പോലെ ശ്യാമള നിറത്തോടു കൂടിയവനുമായ അങ്ങയെ ഞാൻ ശരണം പ്രാപിക്കുന്നു. എപ്പോഴും സംസാര വിഷയങ്ങളിൽ മുഴുകിക്കഴിയുന്ന മനസ്സോടു കൂടിയവർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തവനും സംസാരത്തിൽ വിരക്തരായ മുനിമാർക്ക് എപ്പോഴും അനുഭവസ്വരൂപേണ അറിയാൻ കഴിയുന്നവനും സംസാര സമുദ്രത്തെ കടത്തുന്ന കപ്പലാകുന്ന പാതാരബിന്ദങ്ങളോട് കൂടിയവനും രഘുനന്ദനുമായ അങ്ങയെ ഞാൻ ശരണം പ്രാപിക്കുന്നു. ശ്രീ പരമേശ്വരൻ്റെയും പാർവതീദേവിയുടെയും മനസ്സിൽ എപ്പോഴും വിളങ്ങുന്നവനും പാലാഴി മദന സമയത്ത് കൂർമ്മസ്വരൂപേണ അവതരിച്ച് മന്ദരപർവ്വതത്തെ തൻ്റെ പുറത്ത് താങ്ങി നിർത്തിയവനും അതിമനോഹരങ്ങളായ ലീലകളോട് കൂടിയവനും ദേവശ്രേഷ്ഠന്മാരാലും അസുരശ്രേഷ്ഠരായ പ്രഹ്ലാദൻ, മഹാബലി എന്നിവരാലും സേവിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പാദകമലങ്ങളോട് കൂടിയവനും ദേവന്മാരുടെ അഭീഷ്ടങ്ങളെ സാധിപ്പിക്കുന്നവനും രഘുവംശാധിപനുമായ നിന്തിരുവടിയെ ഞാൻ ശരണമടയുന്നു. മറ്റുള്ളവരുടെ ധനം, ഭാര്യ മുതലായവയിൽ തീരെ ആഗ്രഹമില്ലാത്തവരും അന്യരുടെ ഗുണങ്ങളും ഐശ്വര്യവും കാണുമ്പോൾ സന്തോഷിക്കുന്നവരും ലോകരുടെ നന്മയ്ക്ക് വേണ്ടി എപ്പോഴും പ്രവർത്തിക്കുന്നവരുമായ സജ്ജനങ്ങളാൽ സേവിക്കപ്പെടുന്നവനും രഘുവംശനാഥനും ചെന്താമരാക്ഷനുമായ അങ്ങയെ ഞാൻ ശരണാഗതിയടയുന്നു. പുഞ്ചിരി കൊണ്ട് വികസിച്ചതും നീലത്താമര പൂ പോലെ മനോഹരവുമായ മുഖത്തോടു കൂടിയവനും ഭക്തന്മാർക്ക് സുലഭവും ഇന്ദ്രനീല കല്ലുപോലെ നീല നിറത്തോടു കൂടിയവനും ദേവന്മാരുടെ പോലും പരമഗുരുവായ അങ്ങയെ ഞാൻ ശരണം പ്രാപിക്കുന്നു. അവിടുന്ന് സത്വഗുണത്തിലൂടെ വിഷ്ണുവായും രജോ ഗുണത്തിലൂടെ ബ്രഹ്മാവായും തമോ ഗുണത്തിലൂടെ രുദ്രനായും തോന്നപ്പെടുന്നു. സൂര്യൻ ഓരോ ജലപാത്രത്തിൽ വേറെ വേറെയായി പ്രതിഫലിക്കുന്നത് പോലെയാണ് അവിടുന്ന് 3 ഗുണങ്ങളിലും 3 രൂപത്തിൽ പ്രകാശിക്കുന്നത്. അങ്ങനെയുള്ള മഹിമയോട് കൂടിയവനും ദേവശ്രേഷ്ഠനായ ഇന്ദ്രനാൽ സ്തുതിക്കപ്പെടുന്നവനുമായ അങ്ങയെ
ഞാനും എൻ്റെ കഴിവനുസരിച്ച് സ്തുതിക്കുന്നു. കോടിക്കണക്കിന് കാമദേവന്മാരുടെ സൗന്ദര്യം ഒന്നിച്ചു ചേർന്നാൽ എന്ന പോലെ സുന്ദരമായ സ്വരൂപത്തോടു കൂടിയവനും ശതപഥ ബ്രഹ്മാണ്ടത്തിലുള്ള ബൃഹദാരണ്യകോപനിഷത്തിൽ നിർദ്ദേശിച്ച പ്രകാരം നേതി നേതി എന്നീ രൂപത്തിലുള്ള പ്രപഞ്ച നിക്ഷേപം കൊണ്ട് പ്രാപിക്കാൻ കഴിയാത്തവനും സന്യാസി ശ്രേഷ്ഠന്മാരുടെ ഹൃദയത്തിൽ എപ്പോഴും പ്രകാശിക്കുന്നവനും രഘുപതിയും സകലവിധ ദുഃഖങ്ങളെയും നശിപ്പിക്കുന്നവനും മഹാപ്രഭുവുമായ നിന്തിരുവടിയെ ഞാനിതാ സർവാത്മനാ ശരണം പ്രാപിക്കുന്നു. ജഡായുവിൻ്റെ ഇപ്രകാരമുള്ള സ്തുതി കേട്ട് സന്തോഷിച്ച് രാമൻ അരുളി ചെയ്തു, ജഡായു, അങ്ങേക്ക് മംഗളം ഭവിക്കട്ടെ. എൻ്റെ ശാശ്വതമായ വൈഷ്ണവപദത്തെ പ്രാപിച്ചാലും അങ്ങയുടെ ഈ സ്തോത്രം ദിവസേന കേൾക്കുകയോ പഠിക്കുകയോ എഴുതുകയോ ചെയ്യുന്നവർക്ക് മരണകാലത്തിൻ്റെ സ്മരണയും സാരൂപ്യമുക്തിയും സാധിക്കും. ഇങ്ങനെ ഭഗവാൻ പറഞ്ഞത് കേട്ട് സന്തോഷപരവശനായ ആ പക്ഷിശ്രേഷ്ഠൻ ബ്രഹ്മാദിദേവശ്രേഷ്ഠന്മാർക്ക് പോലും ആരാധ്യനായ സായൂജ്യമുക്തിയെ പ്രാപിച്ചു. സീതാവിരഹം കൊണ്ട് ദുഃഖിതനായ രാമൻ പിന്നീട് ലക്ഷ്മണനോടൊന്നിച്ച് മറ്റൊരു കാട്ടിൽ പ്രവേശിച്ചു. അവിടെ അത്ഭുത സ്വരൂപിയായ ഒരു രാക്ഷസനെ കണ്ടു. അവൻ്റെ വയറ്റിലാണ് വായ. അവന് കണ്ണ്, കാത് മുതലായ ഇന്ദ്രിയങ്ങളൊന്നുമില്ല. അവൻ്റെ കൈകൾ ഓരോന്നും ഓരോ യോജന വീതം നീണ്ടവയാണ്. അവൻ്റെ പേര് കബന്ധൻ എന്നാണ്. കൈകളുടെ ഇടയിൽപ്പെടുന്ന ജീവജാലങ്ങളെ പിടിച്ചു തിന്നുന്നവനായിരുന്നു ആ രാക്ഷസൻ. കാട്ടിൽ സഞ്ചരിക്കുന്ന രാമനും ലക്ഷ്മണനും അവൻ്റെ കൈകൾക്കിടയിൽ അകപ്പെട്ടു. രാമൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നോക്കൂ ലക്ഷ്മണ, ഈ രാക്ഷസൻ തലയും കാലും ഇല്ലാത്തവനാണ്. അവൻ്റെ വായ വയറ്റിലാണ്. കൈകൾക്കിടയിൽപ്പെട്ടവയെല്ലാം പിടിച്ചു തിന്നുന്നവനാണ്. നമ്മളും ഇവൻ്റെ കൈകൾക്കിടയിൽ അകപ്പെട്ടു പോയല്ലോ. ഇവനെ പിടിയിൽ നിന്നും രക്ഷപ്പെടുവാൻ വഴി കാണുന്നില്ല. ഇവൻ ഇപ്പോൾ നമ്മളെ തിന്നും. ഈ പരിതസ്ഥിതിയിൽ നമ്മൾ എന്തു ചെയ്യും? ലക്ഷ്മണൻ പറഞ്ഞു, ജ്യേഷ്ഠ, പരിഭ്രമിക്കാനില്ല. നമുക്കിവൻ്റെ കൈകൾ മുറിക്കാം. അങ്ങനെ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് രാമൻ വാളൂരി അവൻ്റെ വലത്തെ കൈ മുറിച്ചു. ലക്ഷ്മണൻ ഇടത്തെ കൈയും മുറിച്ചു. ആശ്ചര്യപ്പെട്ട കബന്ധൻ ചോദിച്ചു, നിങ്ങൾ ആരാണ്? ഏത് ദേവശ്രേഷ്ഠന്മാരാണ്? എൻ്റെ കൈകൾ മുറിക്കാൻ കരുത്തുള്ളവർ ദേവലോകത്തിൽ പോലും ആരുമില്ല. ശ്രീരാമൻ മറുപടി പറഞ്ഞു, അയോധ്യ രാജാവായിരുന്ന മഹാനായ ദശരഥൻ, അദ്ദേഹത്തിൻ്റെ മകൻ രാമനാണ് ഞാൻ. ഇതെൻ്റെ അനുജനായ ലക്ഷ്മണനാണ്. എൻ്റെ ഭാര്യ ജനക മഹാരാജാവിൻ്റെ പുത്രിയായ സീതയാണ്. ത്രൈലോക്യ സുന്ദരിയാണ് സീത. ഞങ്ങൾ രണ്ടുപേരും നായാട്ടിന് പോയിരുന്ന സന്ദർഭത്തിൽ ഏതോ ഒരു രാക്ഷസൻ സീതയെ അപഹരിച്ചു കൊണ്ടുപോയി. ഞങ്ങൾ സീതയെ അന്വേഷിച്ചുകൊണ്ട് സഞ്ചരിക്കുമ്പോൾ അങ്ങയുടെ കൈകൾക്കിടയിൽ പെട്ടുപോയി. ജീവരക്ഷാർത്ഥമാണ് അങ്ങയുടെ കൈകൾ മുറിച്ചത്. വിചിത്രരൂപിയായ അങ്ങ് ആരാണ്? പറയൂ. കബന്ധൻ പറഞ്ഞു, അങ്ങ് രാമനാണെങ്കിൽ ഞാൻ ധന്യനായി തീർന്നു. അങ്ങ് എൻ്റെ സമീപത്ത് വന്നു ചേർന്നുവല്ലോ. രാമ, ഞാൻ പണ്ട് ധനു എന്നു പേരായ ഒരു ഗന്ധർവ രാജാവായിരുന്നു. യവനം കൊണ്ടും സൗന്ദര്യം കൊണ്ടും ഗർവിഷ്ഠനായിരുന്നു. സുന്ദരിമാരാൽ ചുറ്റപ്പെട്ട് ഞാൻ ലോകത്തിലെല്ലാം സഞ്ചരിച്ചിരുന്നു. സ്ത്രീകളെ മയക്കത്തക്ക സൗന്ദര്യമായിരുന്നു എൻ്റേത്. ബ്രഹ്മദേവനെ തപസ്സു ചെയ്ത് ഞാൻ എന്നെ ആർക്കും കൊല്ലാൻ കഴിയരുതെന്ന വരം വാങ്ങി. ഒരു ദിവസം ഞാൻ അഷ്ടവക്ര മഹർഷിയെ കണ്ട് പരിഹസിച്ച് ചിരിച്ചു. കോപിച്ച മഹർഷി, നീ രാക്ഷസനായി തീരട്ടെ എന്നെന്നെ ശപിച്ചു. ഞാൻ അദ്ദേഹത്തെ നമസ്കരിച്ച് മാപ്പ് ചോദിച്ചു. തപസ്സുകൊണ്ട് തേജസ്വിയായ അദ്ദേഹം എനിക്ക് ശാപമോക്ഷം തന്നു. ത്രേതായുഗത്തിൽ ഭഗവാൻ ശ്രീനാരായണൻ ദശരഥപുത്രനായി രാമൻ എന്ന പേരിൽ അവതരിക്കും. രാമൻ നിന്റെ കൈകൾ മുറിക്കും. അപ്പോൾ നീ ശാപത്തിൽ നിന്നും മുക്തനായി പഴയ സ്വരൂപത്തോടു കൂടിയവനായി തീരും. ഇങ്ങനെ പറഞ്ഞ് അഷ്ടവക്ര മഹർഷി എന്നെ അനുഗ്രഹിച്ചു. അതോടെ എൻ്റെ സ്വരൂപം മാറി ഞാൻ രാക്ഷസനായി തീർന്നു. അങ്ങനെ സഞ്ചരിക്കുന്ന കാലത്ത് ഒരു ദിവസം ഞാൻ കോപത്തോടെ യുദ്ധത്തിനായി ഇന്ദ്രന് നേരെ പാഞ്ഞു ചെന്നു. അദ്ദേഹം വജ്രായുധം കൊണ്ട് എൻ്റെ ശിരസിൽ അടിച്ചു. അതോടെ എൻ്റെ തലയും കാലുകളും ഉള്ളിലേക്ക് വലിഞ്ഞുപോയി. ബ്രഹ്മാവിൻ്റെ വരപ്രഭാതത്താൽ ഞാൻ മരിച്ചില്ല. വായയില്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കും എന്ന് കണ്ടു നിന്നവർ ചോദിച്ചു. വായ നിന്റെ വയറ്റിലായിത്തീരും. നിന്റെ കൈകൾ ഓരോ യോജന നീണ്ടവയായിത്തീരും. എന്നോട് ഇപ്രകാരം പറഞ്ഞ് ഇന്ദ്രൻ സ്വർഗത്തിലേക്ക് പോയി. അന്നു മുതൽ ഞാൻ ഈ കാട്ടിൽ താമസിച്ചു വരുന്നു. കൈകളെ കൊണ്ട് കിട്ടുന്നവയെല്ലാം പിടിച്ചു തിന്നുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്.
അങ്ങിപ്പോൾ എൻ്റെ കൈകൾ മുറിച്ചുവല്ലോ. ഇനി എന്നെ വലിയൊരു കുഴി കുഴിച്ച് അതിലിട്ട് ദഹിപ്പിക്കൂ. ശരീരം ദഹിച്ചു കഴിഞ്ഞാൽ എനിക്ക് പഴയ ഗന്ധർവൻ്റെ രൂപം കിട്ടും. അതിനുശേഷം ഞാൻ അങ്ങയുടെ പത്നിയെ കണ്ടുപിടിക്കാനുള്ള വഴി പറഞ്ഞു തരാം. ഇങ്ങനെ കബന്ധൻ പറഞ്ഞപ്പോൾ രാമൻ്റെ നിർദ്ദേശപ്രകാരം ലക്ഷ്മണൻ വലിയൊരു കുഴി കുഴിച്ച് കബന്ധൻ്റെ ശരീരം അതിലിട്ടു ധാരാളം വിറക് കൊണ്ട് തന്ന് ദഹിപ്പിച്ചു. അതോടെ അഗ്നിയിൽ നിന്നും കാമദേവനെ പോലെ സുന്ദരനും സർവാഭരണ ഭൂഷിതനുമായ ഗന്ധർവൻ പുറമേക്ക് വന്നു. രാമനെ പ്രദക്ഷിണം ചെയ്ത് സാഷ്ടാംഗം നമസ്കരിച്ചു. എഴുന്നേറ്റ് നിന്ന് ഭക്തിഭാവത്താൽ തൊണ്ടയിടറിക്കൊണ്ട് സ്തുതിക്കാൻ ആരംഭിച്ചു. രാമ, ഞാൻ അങ്ങയെ സ്തുതിക്കാൻ തുടങ്ങുകയാണ്. പക്ഷേ വളരെ ഭയഭ്രമങ്ങളോടെയാണ് ഞാൻ അതിനൊരുമ്പെടുന്നത്. കാരണം അവിടുന്ന് ആദിയും അവസാനവുമില്ലാത്തവനും മനസ്സുകൊണ്ട് വിചാരിക്കാനോ വാക്കുകൊണ്ട് പറയാനോ സാധിക്കാത്ത വിധം മനസ്സിനും വാക്കിനും അതീതനുമാണല്ലോ. അവിടുത്തെ സൂക്ഷ്മരൂപം ഒരു വിധത്തിലും വ്യക്തമല്ലാത്തതാണ്. സ്ഥൂലപ്രപഞ്ചത്തിനും സൂക്ഷ്മപ്രപഞ്ചത്തിനും അതീതവുമാണ്. എല്ലാത്തെയും അറിയുന്ന ജ്ഞാനസ്വരൂപനാണ് അവിടുന്ന്. ആത്മാവായ അങ്ങൊഴികെ മറ്റെല്ലാം ദൃശ്യമാണ്, ജഡവുമാണ്. മനസ്സിനും ബുദ്ധിക്കും അതീതനായ നിന്തിരുവടിയെ എങ്ങനെയാണ് അറിയാൻ കഴിയുക? ബുദ്ധിയും ബുദ്ധിയിലെ ആത്മബിംബവും കൂടിച്ചേർന്നതിനെയാണ് ജീവൻ എന്ന് പറയുന്നത്. ബുദ്ധി, മനസ്സ്, ഇന്ദ്രിയങ്ങൾ, പ്രാണൻ, ശരീരം ഇവയെല്ലാം സാക്ഷിഭാവത്തിൽ അറിയുന്ന ബ്രഹ്മമാണ് അവിടുന്ന്. എല്ലാവരിലും ആത്മസ്വരൂപേണ വിളങ്ങുന്നവനും നിർവികാരനും പരബ്രഹ്മവും പരമാത്മാവുമാണ്. അജ്ഞാനം കൊണ്ടാണ് ജനങ്ങൾ ബുദ്ധി മുതൽ ശരീരം വരെയുള്ള ജഡവസ്തുക്കളെ ആവായ അങ്ങയിൽ ആരോപിക്കുന്നത്. നിന്തിരുവടിയുടെ സൂക്ഷ്മദേഹം ഹിരണ്യഗർഭനും സ്ഥൂല ശരീരം വിരാട്ടുമാണ്. രാമ, കഴിഞ്ഞ കാലത്തുണ്ടായവയും ഇപ്പോൾ ഉള്ളവയും ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്നവയുമായ സകല പ്രപഞ്ച വസ്തുക്കളും എന്തോന്നിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്നുവോ അതാണ് അവിടുത്തെ വാസ്തവ സ്വരൂപം. അത് ധ്യാനിക്കുന്നവർക്ക് മംഗളമുണ്ടാക്കി തീർക്കുന്നതാണ്. മഹത്തത്വം, അഹങ്കാരത്വം, ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി എന്നീ 7 ആവരണങ്ങളാൽ മറയപ്പെട്ടതാണ് അങ്ങയുടെ വിരാട് സ്വരൂപം. ആ വിരാട് സ്വരൂപത്തിലാണ് യോഗധാരണ കൊണ്ട് മനസ്സിനെ ഉറപ്പിക്കാൻ പരിശ്രമിക്കേണ്ടത്. അവിടുന്ന് മോക്ഷസ്വരൂപനാണ്. 14 ലോകങ്ങളും വിരാട് പുരുഷനായ അങ്ങയുടെ അവയവങ്ങളാണ്. പാതാള ലോകമാണ് അങ്ങയുടെ ഉള്ളം കാലടികൾ. മഹാതല ലോകമാണ് പുറം കാലടികൾ. രസാതല ലോകമാണ് നിര്യാണികൾ. അങ്ങയുടെ കാൽമുട്ടുകളാകട്ടെ തലാതലം. സുതല ലോകമാണ് അങ്ങയുടെ കാൽത്തുടകൾ. ഭൂലോകമാണ് അരക്കെട്ടായി തീർന്നിരിക്കുന്നത്. അന്തരീക്ഷ ലോകമാണ് അങ്ങയുടെ നാഭി. സ്വർലോകമാണ് മാറിടം. മഹർലോകമാണ് കഴുത്ത്. ജനലോകമാണ് മുഖം. തപോലോകമാണ് നെറ്റിത്തടം. സത്യലോകമാണ് നിന്തിരുവടിയുടെ ശിരസ്. ഇന്ദ്രൻ മുതലായ ലോകപാലകന്മാർ വിരാട് പുരുഷനായ അങ്ങയുടെ കൈകൾ. ദിക്കുകളാണ് അങ്ങയുടെ കാതുകൾ. അശ്വിനി ദേവന്മാരാണ് നാസികാദ്വാരങ്ങൾ. അഗ്നിയാണ് അവിടുത്തെ വായ. സൂര്യനാണ് അങ്ങയുടെ കണ്ണുകൾ. ചന്ദ്രനാണ് അങ്ങയുടെ മനസ്സ്. കാലം അവിടുത്തെ പുരികക്കൊടികളുടെ ചലനമാണ്. ബ്രഹ്മാവാണ് അങ്ങയുടെ ബുദ്ധി. രുദ്രനാണ് അങ്ങയുടെ അഹങ്കാരമായി തീർന്നിരിക്കുന്നത്. വേദത്തിലെ ഛന്ദസ്സുകളാണ് അങ്ങയുടെ വാക്കുകൾ. യമനാണ് അങ്ങയുടെ ദ്രംഷ്ട്രകൾ. നക്ഷത്രങ്ങളാണ് അങ്ങയുടെ പല്ലുകൾ. എല്ലാവരെയും മയക്കുന്ന മായയാണ് അങ്ങയുടെ പുഞ്ചിരി. അവിടുത്തെ കടാക്ഷമാണ് സൃഷ്ടി. അങ്ങയുടെ മുൻഭാഗം ധർമ്മവും പിൻഭാഗം അധർമ്മവുമാണ്. അങ്ങയുടെ കണ്ണടയ്ക്കൽ രാത്രിയും കണ്ണു തുറക്കൽ പകലുമാണ്. 7 സമുദ്രങ്ങളാണ് അവിടുത്തെ വയറ്. നദികളാണ് അങ്ങയുടെ നാഡികൾ. വൃക്ഷങ്ങളും സസ്യങ്ങളുമാണ് അവിടുത്തെ രോമങ്ങൾ. അങ്ങയുടെ രേതസ്സാണ് മഴ. മഹത്വത്വമാണ് അങ്ങയുടെ ജ്ഞാനശക്തി. ഇങ്ങനെ പ്രപഞ്ചകാരണേ വിളങ്ങുന്ന വിരാട് പുരുഷനായ അങ്ങയിൽ മനസ്സുറപ്പിക്കാൻ കഴിയുന്നവർ നിഷ്പ്രയാസം മുക്തരായിത്തീരുമെന്നതിൽ സംശയമില്ല. അതിനാൽ ഭഗവാനെ രാമ, ഞാൻ അങ്ങയുടെ സ്ഥൂലമായ വിരാട് സ്വരൂപത്തെ ധ്യാനിക്കുന്നു. ഈ സ്വരൂപധ്യാനം കൊണ്ട് ശരീരത്തിൽ രോമാഞ്ചത്തെ ഉണ്ടാക്കുന്ന ഭക്തിയുണ്ടാവും. ഭഗവാനെ, വിരാട് സ്വരൂപധാരണയിരിക്കട്ടെ. എനിക്കങ്ങയുടെ ഈ ശ്രീരാമ സ്വരൂപം ധ്യാനിക്കാനാണ് കൂടുതലിഷ്ടം. വില്ലും ശരങ്ങളും ധരിച്ചതും ശ്യാമളവർണ്ണത്തോടു കൂടിയതും
ജടയും മരപുരിയും ധരിച്ചതും യൗവനാരംഭ പ്രായത്തിലുള്ളതും ലക്ഷ്മണനോടൊന്നിച്ച് സീതയെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നതുമായ ഈ രാമസ്വരൂപം എപ്പോഴും എൻ്റെ മനസ്സിൽ പ്രകാശിക്കുമാറാകണമേ. സർവജ്ഞനായ ശ്രീ പരമേശ്വരൻ പാർവതി ദേവിയോടുകൂടി അങ്ങയുടെ ഈ ശ്രീരാമസ്വരൂപം ധ്യാനിച്ചുകൊണ്ടാണ് കാശിയിൽ താമസിക്കുന്നത്. അവിടെ വെച്ച് മരിക്കുന്നവരുടെ കാതിൽ രാമരാമ എന്ന താരകമന്ത്രം ഉപദേശിച്ചുകൊണ്ടാണ് ശിവൻ കാശിയിൽ താമസിച്ചു വരുന്നത്. അതിനാൽ ജാനകീവല്ലഭനായ ഭഗവാനെ, അവിടുന്ന് പരമാത്മാവ് തന്നെയാണ്. മായ കൊണ്ട് മയങ്ങിയ മൂഢന്മാർ നിന്തിരുവടിയുടെ പരമാർത്ഥ തത്വം അറിയുന്നില്ല. രാമഭദ്രനും എല്ലാത്തിൻ്റെയും സൃഷ്ടികർത്താവും പരമാത്മാവും അയോധ്യാധിപതിയും ലക്ഷ്മണനാൽ സേവിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവനുമായ ഭഗവാനെ, ഞാൻ അങ്ങയെ വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു. മായ ബാധിക്കാത്ത വിധത്തിൽ ജഗന്നാഥനായ അങ്ങെന്നെ രക്ഷിക്കണേ. ഇങ്ങനെയുള്ള കബന്ധൻ്റെ സ്തുതി കേട്ട് സന്തോഷിച്ച രാമൻ അരുളി ചെയ്തു, ദേവഗന്ധർവ, അങ്ങയുടെ ഭക്തിയും സ്തോത്രവും കൊണ്ട് ഞാൻ സന്തോഷിച്ചിരിക്കുന്നു. യോഗികൾക്ക് മാത്രം പ്രാപിക്കാൻ കഴിയുന്നതും ശാശ്വതവുമായ എൻ്റെ ഉത്കൃഷ്ട സ്ഥാനത്തെ പ്രാപിച്ചാലും അങ്ങ് സ്തുതിച്ച ഈ സ്തോത്രം വേദത്തിൻ്റെ സാരമടങ്ങിയതാണ്. അതിനെ ഏകാഗ്രതയോടും ഭക്തിയോടും കൂടി ദിവസേന കീർത്തിക്കുന്നവർ അജ്ഞാനത്തിൽ നിന്നുണ്ടായ സംസാരത്തെ ഉപേക്ഷിച്ച് ശാശ്വതനായ എന്നെ പ്രാപിച്ച് മുക്തനായിത്തീരും. രാമനിൽ നിന്നും വരം ലഭിച്ച ഗന്ധർവൻ പോകുന്നതിന് മുമ്പ് പറഞ്ഞു, രാമ, സമീപത്തുള്ള ആശ്രമത്തിൽ ശബരി താമസിക്കുന്നുണ്ട്. അങ്ങയുടെ പാദകമലങ്ങളിൽ ഭക്തിയുള്ളവളാണ്. ഭക്തിയുടെ രഹസ്യങ്ങളെല്ലാം അറിഞ്ഞവളാണ്. ആ തപസ്വിനിയെ ചെന്നു കാണൂ. ശബരി അങ്ങയ്ക്ക് വേണ്ടതെല്ലാം പറഞ്ഞു തരും. ഇങ്ങനെ പറഞ്ഞ് സൂര്യതേജസ്സോടുകൂടിയ വിമാനത്തിലേറി ധനു എന്ന ഗന്ധർവൻ വിഷ്ണു ഭഗവാന്റെ പരമപദത്തെ പ്രാപിച്ചു. ഇതാണ് രാമനാമസ്മരണയുടെ മഹിമ. അനന്തരം സിംഹം, പുലി മുതലായ ദുഷ്ടമൃഗങ്ങൾ നിറഞ്ഞ ആ കാടു കടന്ന് ശ്രീരാമൻ സാവധാനത്തിൽ ശബരിയുടെ ആശ്രമത്തിലേക്ക് ചെന്നു. ലക്ഷ്മണ സമേതനായി വരുന്ന രാമനെ കണ്ട ശബരി സന്തോഷപരവശയായി എഴുന്നേറ്റു. ആനന്ദാശ്രുക്കൾ നിറഞ്ഞ കണ്ണുകളോടെ രാമൻ്റെ കാൽക്കൽ നമസ്കരിച്ചു. സ്വാഗതം പറഞ്ഞ് രാമനും ലക്ഷ്മണനെയും സ്വീകരിച്ച് ദർഭപുൽപ്പായകളിൽ ഇരുത്തി അവരുടെ കാലുകൾ കഴുകി ആ പാദതീർത്ഥം ഭക്തിയോടെ ശിരസിൽ തളിച്ചു. രാമനെയും ലക്ഷ്മണനെയും വിധി പോലെ പൂജിച്ചു. ശ്രീരാമന് വേണ്ടി കരുതി വെച്ചിരുന്ന അമൃതതുല്യം സ്വാദുള്ള പഴങ്ങളെ ഭക്തി പുരസ്സരം സമർപ്പിച്ചു. സുഗന്ധപുഷ്പങ്ങളെ കൊണ്ട് പാദപൂജ ചെയ്തു. ശബരി തൊഴുതുകൊണ്ട് പറഞ്ഞു, രാമ, ഇത് മദംഗ മഹർഷിയുടെ ആശ്രമമാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ എളിയ ശിഷ്യയാണ്. ഗുരുവിനെയും ശിഷ്യന്മാരെയും മുനിമാരെയും ശുശ്രൂഷിച്ചുകൊണ്ട് ഞാനിവിടെ താമസിച്ചു വന്നു. വളരെ കാലം കഴിഞ്ഞ് മദംഗ മഹർഷിയും ശിഷ്യന്മാരും ശരീരം ഉപേക്ഷിച്ച് ബ്രഹ്മലോകത്തേക്ക് പോയി. പോകുന്നതിന് മുമ്പ് മദംഗ മഹർഷി എന്നോട് പറഞ്ഞു, ശബരി, നീ മനസ്സിനെ അടക്കിക്കൊണ്ട് ഇവിടെ താമസിക്കൂ. പരമാത്മാവും സനാതനനുമായ ഭഗവാൻ രാക്ഷസന്മാരെ സംഹരിക്കാനും ഋഷികളെ രക്ഷിക്കാനുമായി ദശരഥപുത്രനായി രാമൻ എന്ന പേരിൽ അവതരിച്ചിട്ടുണ്ട്. രാമൻ നിശ്ചയമായും നിനക്ക് ദർശനം തരാനായി ഇവിടെ വരും. അതുവരെ ഏകാഗ്രമായി രാമനെ ധ്യാനിച്ചുകൊണ്ട് ഇവിടെ താമസിക്കൂ. മഹാപ്രഭുവായ രാമൻ ഇപ്പോൾ ചിത്രകൂടത്തിൽ താമസിച്ചു വരുന്നു. രാമനെ കാണുന്നതുവരെ ശരീരത്തെ രക്ഷിക്കൂ. രാമനെ ദർശിച്ചു കഴിഞ്ഞാൽ ശരീരം ദഹിപ്പിച്ച് പരമപദത്തെ പ്രാപിച്ചുകൊള്ളൂ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് എൻ്റെ ഗുരു ശരീരം ഉപേക്ഷിച്ച് മുക്തനായി തീർന്നത്. അദ്ദേഹം പറഞ്ഞ പോലെ ഞാൻ ജീവിച്ചു. ഏകാഗ്രമായ മനസ്സുകൊണ്ട് അങ്ങയെ ധ്യാനിച്ചും അവിടുത്തെ വരവിനെ പ്രതീക്ഷിച്ചുമാണ് ഞാൻ ജീവിച്ചു വന്നത്. അങ്ങ് ഈ ആശ്രമത്തിൽ വരുമെന്ന് ഗുരുവിൻ്റെ വാക്ക് ഇന്ന് സത്യമായി തീർന്നു. രാമ, അവിടുത്തെ ദർശനം എൻ്റെ ഗുരുവിനോ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർക്കോ മറ്റു മുനിമാർക്കോ കിട്ടിയിട്ടില്ല. ഭഗവാനെ, ഞാനൊരു പാവം സ്ത്രീയാണ്. ഒന്നും അറിവില്ലാത്തവളാണ്. താഴ്ന്ന ജാതിയിൽ പിറന്നവളാണ്. അങ്ങയുടെ മഹിമ ആർക്കും അളന്നു കണക്കാക്കാൻ കഴിയാത്തതാണ്. അങ്ങയുടെ ദാസന്മാരുടെ പരമ്പരയിൽ 100ാമത്തെ ദാസിയാവാൻ പോലും എനിക്ക് അർഹതയില്ല. ആ സ്ഥിതിക്ക് ഞാനെങ്ങനെ അങ്ങയുടെ ദാസ്യം വേണമെന്ന് അപേക്ഷിക്കും? രാമ, അങ്ങ് മനസ്സിനും വാക്കിനും അതീതനാണല്ലോ. അപ്രകാരമുള്ള അങ്ങയെ എനിക്ക് എങ്ങനെയാണ് കാണാൻ കഴിഞ്ഞത്? ദേവന്മാരുടെ പോലും നിയന്താവായ ഭഗവാനെ, എനിക്കങ്ങയെ സ്തുതിക്കാൻ അറിഞ്ഞുകൂടാ.
അവിടുന്ന് എന്നോട് സന്തോഷിക്കണേ. ശ്രീരാമൻ അരുളി ചെയ്തു, തപസ്വിനിയായ ശബരി, എന്നെ ഭജിക്കാൻ സ്ത്രീത്വം, പുരുഷത്വം, ജാതി, പേര്, ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എന്നീ ആശ്രമങ്ങൾ ഇവയൊന്നുമല്ല ആവശ്യം. നിഷ്കപട ഭക്തിയാണ് വേണ്ടത്. യജ്ഞം, ദാനം, തപസ്, വേദാധ്യയനം, വൈദിക കർമാനുഷ്ഠാനങ്ങൾ ഇവ കൊണ്ടൊന്നും ഭക്തിയില്ലാത്തവർക്ക് എന്നെ പ്രാപിക്കാൻ കഴിയില്ല. അതിനാൽ ഭക്തി ഉണ്ടാവാനുള്ള അനുഷ്ഠാനം ചുരുക്കി പറയാം. സജ്ജന സംസർഗമാണ് ഒന്നാമതായി വേണ്ടത്. എൻ്റെ കഥകളെ കീർത്തിക്കലാണ് രണ്ടാമത്തെ അനുഷ്ഠാനം. ഈശ്വരനായ എൻ്റെ ഗുണങ്ങളെ ശ്രദ്ധയോടെ കീർത്തിക്കലാണ് മൂന്നാമത്തെ സാധന. എൻ്റെ ഉപദേശങ്ങളെ വ്യാഖ്യാനിക്കുക എന്നതാണ് നാലാമതായി ഉണ്ടാവേണ്ടത്. ഗുരുവിനെ ഈശ്വരബുദ്ധിയോടെ നിഷ്കപടമായി സേവിക്കലാണ് അഞ്ചാമത്തെ അനുഷ്ഠാനം. എൻ്റെ പൂജയിൽ നിഷ്ഠയുണ്ടാവലാണ് ആറാമത്തെ സാധന. എൻ്റെ മന്ത്രത്തെ ഉപാസിക്കലാണ് ഏഴാമതായി വേണ്ടത്. എൻ്റെ ഭക്തന്മാരെ പൂജിക്കുക, എല്ലാ ജീവജാലങ്ങളെയും പരമാത്മഭാവത്തിൽ കാണുക, ശാരീരിക സുഖങ്ങളിൽ വൈരാഗ്യം വളർത്തുക, ശമം, ദമം, തിദിക്ഷ, ഉപരതി, ശ്രദ്ധ, സമാധാനം എന്നിവയെ സമ്പാദിക്കുക. ഇവയെല്ലാം കൂടിയതാണ് എട്ടാമത്തെ അനുഷ്ഠാനം. പരമാത്മാവായ ഞാൻ മാത്രമേ സത്യമായിട്ടുള്ളൂ എന്നും ജീവനും ജഗത്തും പരമാത്മാവിൽ ആരോപണമാണെന്നുമുള്ള രൂപത്തിൽ തത്വവിചാരം ചെയ്യുക എന്നതാണ് ഒൻപതാമത്തെ അനുഷ്ഠാനം. ഇങ്ങനെ 9 വിധത്തിലുള്ള അനുഷ്ഠാനങ്ങളെ ശ്രദ്ധയോടെ ചെയ്യാൻ കഴിഞ്ഞാൽ സ്ത്രീ ആയാലും പുരുഷനായാലും മൃഗമോ പക്ഷിയോ ആയാൽ പോലും എന്നിൽ ഭക്തിയുണ്ടാവും. ഭക്തിയുണ്ടായാൽ മനസ്സ് അതിവേഗത്തിൽ ശുദ്ധമായി തീരും. ശുദ്ധമായ മനസ്സിൽ എൻ്റെ പരമാർത്ഥ തത്വാനുഭവമുണ്ടാവും. അതോടെ ജീവമുക്തിയും സാധിക്കും. ആദ്യത്തെ അനുഷ്ഠാനമായ സത്സംഗം സാധിച്ചാൽ മറ്റെട്ടു സാധനകളും ക്രമേണ പുരോഗമിച്ചു വരും. അതോടെ ഭക്തിയും ഭക്തരുടെ പൂർണ്ണതയിൽ പരമാത്മാവായ എന്നോട് ഏകീഭാവമാകുന്ന മുക്തിയും സാധിക്കും. ഭവതി എന്നിൽ ഉറച്ച ഭക്തിയുള്ളവളാണ്. അതാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എൻ്റെ ദർശനത്തോടെ ഭവതി ജീവമുക്തിയായി തീർന്നിരിക്കുന്നു. എൻ്റെ സീത എവിടെയാണ്? ആരാണ് അവളെ അപഹരിച്ചു കൊണ്ടുപോയത്? ഇപ്പോൾ സീത എവിടെയാണ്? അറിയുമെങ്കിൽ സദയം പറഞ്ഞാലും. ശബരി പറഞ്ഞു, ഭഗവാനെ, അവിടുന്ന് സർവജ്ഞനാണ്, ലോകത്തെ മുഴുവൻ രക്ഷിക്കുന്നവനാണ്. അങ്ങനെയാണെങ്കിലും വെറും ഒരു സാധാരണക്കാരനെ പോലെയാണല്ലോ എന്നോട് ചോദിക്കുന്നത്. അതിനാൽ ഞാൻ പറയാം, രാവണനാണ് സീതയെ അപഹരിച്ചത്. ഇപ്പോൾ സീത ലങ്കയിലാണ്. ഇവിടെ അടുത്താണ് പമ്പാ സരസ്. അതിനു സമീപത്താണ് ഋഷ്യമുഖ പർവ്വതം. ആ മലയിൽ വാനരനായ സുഗ്രീവൻ 4 മന്ത്രിമാരോടൊന്നിച്ച് താമസിക്കുന്നുണ്ട്. ജ്യേഷ്ഠനായ ബാലിയെ ഭയപ്പെട്ടുകൊണ്ടാണ് സുഗ്രീവൻ ജീവിക്കുന്നത്. ഒരു ശാപം മൂലം ബാലിക്ക് ആ പർവ്വതത്തിൽ വരാൻ പാടില്ല. അങ്ങ് അവിടെ ചെന്ന് സുഗ്രീവനോട് സഖ്യം ചെയ്യൂ. സുഗ്രീവൻ സീതയെ വീണ്ടെടുക്കാൻ വേണ്ട സഹായമൊക്കെ ചെയ്യും. ഞാൻ അങ്ങയുടെ സാന്നിധ്യത്തിൽ അഗ്നിപ്രവേശം ചെയ്ത് ശരീരം ഉപേക്ഷിക്കാൻ പോവുകയാണ്. ഈ ശരീരം ദഹിപ്പിച്ച് ഞാൻ നിന്തിരുവടിയുടെ പരമപാദത്തെ പ്രാപിക്കുന്നതുവരെ ഒരു മുഹൂർത്തം സമയം അങ്ങ് എനിക്ക് വേണ്ടി കാത്തു നിൽക്കണം. ഇങ്ങനെ രാമനോട് പറഞ്ഞ് ശബരി അഗ്നിയിൽ പ്രവേശിച്ചു. അവിദ്യ കൊണ്ടുണ്ടായ ബന്ധം ശരീരത്തോടുകൂടി ദഹിപ്പിച്ച് ശബരി മോക്ഷമടഞ്ഞു. മോക്ഷപ്രാപ്തി അതിദുർലഭമാണ്. രാമൻ്റെ അനുഗ്രഹത്താലാണ് ശബരിക്കത് സാധിച്ചത്. പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നാഥനും ഭക്തവത്സലനുമായ രാമൻ സന്തോഷിച്ചാൽ എന്താണ് സാധിക്കാൻ പ്രയാസമായിട്ടുള്ളത്? ജന്മനാ കാട്ടാള സ്ത്രീയാണെങ്കിലും ശബരി മുക്തിയായി തീർന്നില്ലേ? ആ സ്ഥിതിക്ക് സന്നികളും സദാ ശ്രീരാമചിന്തയിൽ മുഴുകി ജീവിക്കുന്നവരുമായ ബ്രാഹ്മണർ മുക്തരാവുമെന്ന് പ്രത്യേകം പറയേണ്ടതുണ്ടോ? ശ്രീരാമചന്ദ്രനിലുള്ള ഭക്തി മുക്തിയെ സാധിപ്പിക്കുന്നതാണ്. അതിനാൽ ബുദ്ധിമാന്മാരായ മനുഷ്യരെ, നിങ്ങൾ സർവാഭിഷ്ടങ്ങളെയും സാധിപ്പിക്കുന്ന ശ്രീരാമൻ്റെ പാതാരബിന്ദങ്ങളെ സേവിക്കുവിൻ. പലവിധ അറിവുകൾ സമ്പാദിക്കാനുള്ള പരിശ്രമവും അനേക വിധത്തിലുള്ള മന്ത്രോപാസനയും ശ്യാമളവർണ്ണനും ശ്രീ പരമേശ്വരനായ ഞാൻ സ്വന്തം ഹൃദയത്തിൽ എപ്പോഴും ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന സ്വരൂപത്തോടു കൂടിയവനുമായ രാമനെ സദാ ഭജിക്കുവിൻ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ
കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ.